ഇസ്രായേലിൽ ഇന്നലെ കാളരാത്രിയായിരുന്നു. നരകം പെയ്തിറങ്ങിയ അനുഭവമാണ് ഇസ്രായേലിൻ്റെ വ്യത്യസ്ത നഗരങ്ങളിൽ ഉണ്ടായത് എന്ന് അവിടുത്തെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് വരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധമായിരുന്നു ഇറാൻ്റെ ആക്രമണ പരമ്പര എന്നും പ്രതിരോധ രംഗത്ത് പൂർണ്ണമായ രീതിയിൽ ഇസ്രായേൽ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് ഇതാദ്യമായിട്ട് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും, പിന്നെ വല്ലാതൊന്നും പ്രതിരോധം തകർത്തുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ രാജ്യത്തേക്ക് പ്രവേശിക്കാറില്ല എന്നൊക്കെ ആയിരുന്നു പറയാറുള്ളത്. പക്ഷേ ഇന്നലെ നേരെ വ്യത്യസ്തമായിരുന്നു കാര്യകാരണങ്ങളെല്ലാം. ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്നും അത് ലോകം കാണുമെന്നുമായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പ്രതികരണം. അതിന് തുടർച്ചയായി ഇന്നലെ രാത്രിയാണ് ആ സംഭവം നടന്നത്. ഇസ്രായേലിൽ നരകം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ചില പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറ്റവും സുരക്ഷിത മേഖലമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഡിമോണ അറാദ് ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ ആക്രമണം നടന്നു. എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഒന്നും ഉണ്ടായിട്ടില്ല. 60 കിലോമീറ്റർ അകലെ വെച്ചാണ് മിസൈൽ ആക്രമണം നടന്നത് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഈ മേഖലയ്ക്ക് പ്രവേശിച്ചിട്ടില്ല എന്നാണ് അവർ പറയപ്പെടുന്നത്. എന്നാൽ ന്യൂക്ലിയർ മേഖല, ഈ ഡിമോണ ന്യൂക്ലിയർ മേഖലയോട് ചേർന്ന് തന്നെ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റു റിപ്പോർട്ടിൽ അത് കാണാൻ വേണ്ടി സാധിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലിൻ്റെ പെരുമയ തെലവീവിന് നേരെയും തന്ത്രപ്രധാനമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ നഗരത്തിന് നേരെയും വന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതും, ജനങ്ങൾ കൂട്ടത്തോടു കൂടി നിലവിളിച്ച് ഓടുന്ന ഒരു ഭീകര രംഗം കാണാൻ വേണ്ടി സാധിച്ചു എന്നുമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏകദേശം 60 മുതൽ 100-ലധികം ബിൽഡിങ്ങുകൾ തകർക്കപ്പെട്ടു. 500-ലധികം പേർക്ക് പരിക്കേറ്റു. 100 പേരുടെ നില ഗുരുതരമാണ്. കുറഞ്ഞ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു മരണമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. ബാക്കിയെല്ലാം പരിക്കേറ്റവർ എന്ന ലിസ്റ്റിലാണ് എഴുതി തള്ളിയത് എന്ന് ചുരുക്കം. സങ്കടകരവും ദുഃഖകരവുമായിരിക്കുന്ന അവസ്ഥയാണ് രാജ്യത്തിന് വന്നുപെട്ടത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇതാദ്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അദ്ദേഹമാണോ മറ്റാരോട് പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് ഇത്തരമൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. മാരകമായിരിക്കുന്ന മുറിവേറ്റ ഒരു സ്ഥിതിയാണ് ഇസ്രായേലിൻ്റെ അകത്തുടനീളം ഉണ്ടായത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടനുബന്ധിച്ച് ട്രംപ് സമാധാനത്തിനുള്ള ചില ശ്രമങ്ങൾ ആന്തരികമായിട്ട് ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയെയും അദ്ദേഹത്തിൻ്റെ മരുമകനെയും ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഒമാൻ്റെയും ഖത്തറിൻ്റെയും നേതൃത്വത്തിലാണ് ഈ ശ്രമം നടക്കുന്നത്. അങ്ങനെ ഇറാനുമായിട്ട് സംസാരിച്ചു എന്നുള്ളതും, ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് 3 കാര്യങ്ങളാണ്. മുൻപ് പറയപ്പെട്ട കാര്യങ്ങൾ അപ്പടി സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ സമ്മതിച്ചു. അതിലൊന്ന്, ഇസ്രായേലും അമേരിക്കയും ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം തരണം. രണ്ടാമത്തത്, ഇറാനെ ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിക്കണം. മൂന്നാമത്തത്, ഇനി ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാവില്ലെന്ന് അന്താരാഷ്ട്ര ഗ്യാരണ്ടി വരണം. ഇസ്രായേലും അമേരിക്കയും പറഞ്ഞാൽ പോരാ, മറ്റ് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അതിനൊരു ഗ്യാരണ്ടി തങ്ങൾക്ക് തരണം. ഈ മൂന്ന് കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടത്തിൻ്റെ കണക്കെടുത്തിട്ട് അത് വീട്ടാനുള്ളൊരു ശ്രമം നടത്തുകയാണെങ്കിൽ എത്രത്തോളം ദശകോടികൾ ഉണ്ടാവും എന്നുള്ളതിന് ഒരു വ്യവസ്ഥ പോലുമില്ല. അത്ര തന്നെ നാശനഷ്ടങ്ങൾ ഇപ്പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് അമേരിക്കക്കാണ്. രണ്ടാമത് നഷ്ടമുണ്ടായത് ഇസ്രായേലിനാണ്. മൂന്നാമത്തെ നഷ്ടം മാത്രമേ യഥാർത്ഥത്തിൽ ഇറാനുള്ളൂ. പക്ഷേ നമ്മൾ റിപ്പോർട്ടൊക്കെ വായിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നാശങ്ങളും നഷ്ടങ്ങളും ആൾമരണങ്ങളും ഒക്കെ ഉള്ളത് ഇറാനിലാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇറാനിൽ ഓപ്പൺ മാർക്കറ്റ് പോലെ ഓപ്പൺ റിപ്പോർട്ടാണ്. അവിടെ എല്ലാം റിപ്പോർട്ട് ചെയ്ത് ലൈവായ രീതിയിൽ തന്നെ ഓരോരോ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന് അവർക്ക് എന്തെങ്കിലും ആഘാതങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അപ്പോൾ തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതാളാണോ, ഈ വ്യക്തി തന്നെ ആണോ അല്ലേ എന്നുള്ളത് പരിശോധനയ്ക്കുള്ള സമയത്തിനപ്പുറം പിന്നീട് ആളാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന ഒരു പ്രവർത്തനം പാലസ്തീനിലും ഉണ്ടാവാറില്ല, ഇറാനിലും ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യതയോടുകൂടി അവർ പറയുന്നുണ്ട്. അങ്ങനെ നേരെ പറഞ്ഞാൽ നമ്മൾ ഈ അമേരിക്കയുടെ ഈ യുദ്ധം നടക്കുന്ന മേഖലയിലേക്ക് നോക്കുകയാണെങ്കിലും ഇസ്രായേലിനകത്തേക്ക് നോക്കുകയാണെങ്കിലും ഒരിക്കൽ പോലും അത് സമ്മതിക്കില്ല. അത് സമ്മതിക്കുക എന്നുള്ള ഒരു രീതിയല്ല. തങ്ങൾക്കൊരു ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഒരു മിസൈൽ അതിലൂടെ ഇങ്ങനെ പോയി ഞങ്ങളതിനെ പൊടിച്ചിട്ടു അല്ലെങ്കിൽ അങ്ങോട്ട് തകർത്തെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുക. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്
അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം അപ്പോടെ തകർന്നുകൊണ്ട് ഇറാൻ്റെ അകത്ത് ഒരു മിസൈൽ വിടുന്ന സമയത്ത് അത് ലോങ് റേഞ്ച് മിസൈലാണെങ്കിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ ഇസ്രായേലിൽ പതിക്കുന്നുണ്ട്. അവർ ഉദ്ദേശിക്കുന്നത് അതിന് 2 റൂട്ടാണ് ഇതിൽ പറയുന്നത്. മിസൈൽ സംവിധാനവും അതിൻ്റെ ശേഖരം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ലക്ഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് റഷ്യയുടെ സാറ്റലൈറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ റഷ്യ ഇല്ലെന്ന് ചോദിച്ചാൽ റഷ്യ 100% ഉണ്ട് എന്നുള്ളതാണ്. അതിന് റഷ്യയുടെ ഒരു ഗവൺമെൻറ് പ്രതിനിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതിന് മുൻപ് ഒരു അഭിമുഖത്തിൽ ചോദിച്ച സമയത്ത് നിങ്ങൾ ഇറാനെ സഹായിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പ്രസക്തമായിരിക്കുന്ന ചോദ്യമാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് തീർച്ചയായിട്ടും ഉണ്ട്, ഞങ്ങളുടെ സഹോദര രാജ്യമാണ്, ഞങ്ങളുടെ ബന്ധമുള്ള രാജ്യമാണ്, ഞങ്ങൾക്ക് ഒരു പ്രയാസം വന്ന സമയത്ത് അവർ സഹായിച്ചിട്ടുണ്ട്. അത് യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ ആക്രമിക്കുന്നു, തിരിച്ച് അവരെ സഹായിക്കുക എന്നുള്ളത് നിർബന്ധമായ രീതിയിൽ ഒരു മാനുഷിക പരിഗണന എന്ന നിലക്ക് ഞങ്ങളുടെ കടമയാണ്, ഞങ്ങളത് ചെയ്യുന്നു. അതോടൊപ്പം അയാൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉക്രൈനെ അമേരിക്കക്ക് സഹായിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇറാനെ റഷ്യക്ക് സഹായിച്ചോടാം? അവിടെ നിന്ന് പിൻവലിച്ചാൽ ഇവിടെ നിന്ന് പിൻവലിയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈൻ ആണോ ഈ റഷ്യയായിട്ട് യുദ്ധം ചെയ്യുന്നത്? അല്ല, യുദ്ധം ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സൈനിക ബലവും ശക്തിയും സാമ്പത്തികമായിരിക്കുന്ന സഹായം ഉണ്ടായിട്ടാണ് ഇത്രയും കാലം ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചത്. പ്രതിരോധം ഉണ്ടാക്കുന്ന റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ സഹായിക്കുന്നത് ഈ ഘട്ടത്തിലെല്ലാം ഇറാൻ്റെ മിസൈലുകളാണ്. 35% ഇറാൻ ഉപയോഗിക്കുന്ന റഷ്യ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഇറാൻ്റെതാണ് എന്ന് സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജോ ബൈഡൻ ഉള്ള സമയത്തും ഡൊണാൾഡ് ട്രംപ് ഉള്ള സമയത്തും അതേ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറാനെ നിയന്ത്രിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു രാജ്യം എന്ന നിലക്ക് അമേരിക്കയ്ക്ക് ഒരിക്കലും ഇറാനെ ഉപദേശിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇറാൻ ആ പ്രവൃത്തി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം നോക്കുന്ന സമയത്ത് വളരെ കൃത്യം വെച്ച് ലക്ഷ്യം വെച്ച് ആക്രമിക്കുകയും അത് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഏതാനും ദിവസങ്ങളിലെ ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇന്നലെ വരത്തെ രീതി പറയുന്ന സമയത്ത് 60-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് ഏകദേശ കണക്കാണ്, കൂടാനാണ് സാധ്യത. ഇതിൽ 4 അല്ലെങ്കിൽ 5 എണ്ണം തകർക്കപ്പെട്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാവാം. ശേഷിക്കുന്നത് അത്രയും വളരെ കൃത്യതയോടുകൂടി ലക്ഷ്യത്തിൽ വന്നു. അപ്പോൾ 500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കണമെന്ന് പറയുന്നത് അത് ഇവർ സമ്മതിക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റത് കൊണ്ടാണ്. ഏകദേശം 60 മുതൽ 100 വരെ ബിൽഡിങ്ങുകൾ കാണുന്നില്ല. അത്രക്ക് മാരകമായിരുന്നു. അവിടെ നിലക്കാത്ത രീതിയിൽ അക്രമം നടന്നുകൊണ്ടേയിരുന്നു. നോക്കുകുത്തിയായി പ്രതിരോധ സംവിധാനം നിലക്കുകയും സർക്കാർ തന്നെ അന്താളിച്ചു പോവുകയും ചെയ്തു. കാരണം സർക്കാരിൻ്റെ സ്ഥാപനത്തെ ആക്രമിച്ചിട്ടുണ്ട്, സൈനിക മേഖല ആക്രമിച്ചിട്ടുണ്ട്, ക്വാർട്ടേഴ്സുകൾ ആക്രമിച്ചിട്ടുണ്ട്. ഈ സൈനികർ സൂക്ഷിക്കപ്പെട്ട ആയുധ മേഖല, അത് ഗോഡൗൺ ആയുധം എന്നാണ് പറയുന്നത്, അവരുടെ ആ മേഖല ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അവിടെ ആണവായുധ മേഖല ആക്രമിച്ചു. ആണവായുധ മേഖലയൊക്കെ ഭയങ്കരമായിരിക്കുന്ന സുരക്ഷിതത്വമാണ് നൽകുക. 100 കിലോമീറ്റർ ചുറ്റളവിൽ, അത് ആകാശമാണെങ്കിലും ഭൂമിയാണെങ്കിലും വളരെ കൃത്യതയോടുകൂടി ശത്രുക്കൾ കയറുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടും അതിനെല്ലാം കവച്ച് വെട്ടിക്കൊണ്ടാണ് ഇറാൻ്റെ മിസൈൽ ഇസ്രായേൽ തീത്തുപ്പിയത്. ഇറാൻ്റെ മിസൈൽ വരുന്ന റൂട്ട് നമ്മൾ മനസ്സിലാക്കണം. 2000 കിലോമീറ്റർ 1950 കിലോമീറ്റർ ദൂര വ്യത്യാസമുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ. അതിന് 3 രാജ്യങ്ങൾ കടക്കണം. ആദ്യം ഇറാഖ് കടക്കണം, പിന്നീട് സിറിയ കടക്കണം, അതിനുശേഷം ജോർദാൻ കടക്കണം. ഇറാഖ്, സിറിയ, ജോർദാൻ, അതും കഴിഞ്ഞതിന് ശേഷമാണ് ഇസ്രായേൽ എത്തുക. ഈ 3 രാജ്യങ്ങൾ കടന്നുകൊണ്ട് ഇസ്രായേൽ എത്തുന്ന സമയത്ത് ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ 3 രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് വലിയ ബന്ധമുള്ള രാജ്യമാണ്. അമേരിക്കയുടെ സൈനിക ബേസുള്ള രാജ്യമാണ്. ഏറെക്കുറെ അവരുടെ നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ തെറ്റില്ല. അപ്പോൾ അവിടെയൊക്കെ ഇവർക്ക് പ്രതിരോധ സംവിധാനങ്ങൾ, ആരുടെ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതിനെയെല്ലാം കവച്ചു വെട്ടുന്നു, തകർക്കുന്നു. തകർത്തതിന് ശേഷമാണ്, അല്ലെങ്കിൽ അതിന് പിടികിട്ടാത്ത രീതിയിലാണ് ഈ 3 രാജ്യങ്ങളും കടന്നുകൊണ്ട് 1950 കിലോമീറ്റർ പിന്നിട്ടിട്ട് ലക്ഷ്യം കണ്ടുകൊണ്ട് ഇറാൻ്റെ മിസൈൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. അത് നിസ്സാരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റില്ല. അത്ഭുതപ്പെടുകയാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചുള്ള അവരും ഇസ്രായേലും. ഡിമോണ ആയുധ മേഖലയൊക്കെ ആക്രമിക്കാൻ മാത്രം ഇറാൻ്റെ കൈവശത്തിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ടെങ്കിൽ, അവരുടെ ആയുധ ശക്തി ഉണ്ടെങ്കിൽ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ വിലയിരുത്തുന്നു. ഡിമോണ, അറാദ്, ഈ 2 ന്യൂക്ലിയർ പ്ലാന്റിന് നേരെ ശക്തമായിരിക്കുന്ന ഷെല്ലാക്രമണവും മിസൈൽ ആക്രമണവും നടന്നു. പ്രതിരോധിക്കാൻ വേണ്ടി കൂടുതലൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. പ്രതിരോധം വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ മേലെ വെച്ച് പ്രതിരോധിക്കുന്ന സമയത്ത് പൊട്ടിച്ചെതറിക്കൊണ്ട് മൊത്തത്തിൽ തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആണെങ്കിലോ ആ ഏരിയ മാത്രം പിന്നീട് കെടുത്താൻ വേണ്ടി നോക്കിയാൽ മതി. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും
ഇസ്രായേൽ മെനക്കെട്ടിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. ഏതായിരുന്നാലും സാഹചര്യങ്ങൾ ഗുരുതരമായിരിക്കുന്ന രീതിയാണ്. കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ഈ തരത്തിൽ തന്നെ തങ്ങൾ തിരിച്ചടിക്കുമെന്നും തങ്ങളുടെ ന്യൂക്ലിയർ പ്ലാന്റിന് തൊട്ടവരുടെ കൈവെട്ടുക എന്നുള്ളത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, അത് ഞങ്ങളുടെ സൈന്യം തയ്യാറാണ് എന്നുകൂടിയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ പ്രതിരോധ മന്ത്രി അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി സംയുക്തമായ രീതിയിൽ പ്രസ്താവിച്ചത്. ആ പ്രസ്താവനയുടെ തുടർച്ചയാണ് ഈ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.